ടീനേജ് കുട്ടികൾ വളരെ ഐഡിയൽ ആയിട്ട് ചിന്തിക്കുന്നവരായതുകൊണ്ട് ഇത്തരം പോയിന്റുകൾ നമ്മൾ ആദ്യമേ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ അത് വർക്ക് ചെയ്യും. പലപ്പോഴും അവർക്ക് ഒരു നല്ല ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവർ മാറും, ചേഞ്ച് ചെയ്യും. ഒരു 40-കാരനെ മാറ്റുന്നത് പോലെ പ്രയാസമല്ല ഒരു 15-കാരനെ മാറ്റുക എന്ന് പറയുന്നത്. അവർ റെബലിയസ് ആവുന്നതിന്റെ ഒക്കെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഇതിന്റെ ആധ്യാത്മിക വശം എന്താണെന്ന് വെച്ചാൽ, എന്നാണോ ഇവിടെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇതിൽ പലതും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ളവരുടെ കുട്ടികളാണ് പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ആ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ആധ്യാത്മികത ഇതിനകത്ത് വച്ചു നീട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിവേകം, വിസ്ഡം അഥവാ വിവേകം. എന്താണ് ഈ വിവേകം? നിത്യാനിത്യ വിവേചന ബോധമാണ് വിവേകം എന്നാണ് രാജയോഗം പറയുന്നത്. എന്താണ് രാജയോഗത്തിൽ പറയുന്ന ഈ വിവേകം എന്ന് പറയുന്ന ആ പ്രോസസ്? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനിക്ക് പെർമനന്റ്ലി നല്ലതുണ്ട്, ചീത്തയുണ്ട്. ഇപ്പൊ ഒരു പക്ഷേ എനിക്ക് നല്ലതായിട്ട് തോന്നുന്ന ഈ കാര്യം പിന്നീട് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ദോഷമായിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്നു, അഡിക്റ്റ് ആയിട്ട് കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് ഒരു കുട്ടി, ലാ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി വന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അഡിക്റ്റ് ആയിപ്പോയി ഒരു ഗെയിമിൽ. എന്തായിരുന്നു ആ ഗെയിം? പബ്ജി ഗെയിമിനകത്ത് അഡിക്റ്റ് ആയ ഒരു കുട്ടി ഞങ്ങളുടെ അടുത്ത് വന്നു. ലാ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്, വളരെ ബ്രില്യന്റ് ആയിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇവൾ ഇതിന് അഡിക്റ്റായി രാവും പകലും ഇത് കളിച്ച് ഇവൾ ബെഡ് ബെറ്റിംഗ് തുടങ്ങി. അതായത് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന് തോന്നിയാൽ ഇവിടെ പോകില്ല. അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരുന്നിട്ട് ബെഡ് ബെറ്റിംഗ്, അതായത് ബെഡിൽ മൂത്രമൊഴിക്കുന്ന സ്വഭാവം തുടങ്ങി. രാത്രി 3 മണിക്കോ 4 മണിക്കോ ഒക്കെ തളർന്ന് ഉറങ്ങും. ഒരു 7-8 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് മൊബൈൽ എടുക്കും. അഡിക്ഷൻ, എല്ലാം തോറ്റു എല്ലാത്തിലും. അതായത് അഡിക്ഷൻ, ഒബ്സഷൻ എന്നൊക്കെ പറയുന്നത് തുടങ്ങുന്നത് വളരെ രസമായിട്ട് തുടങ്ങും. പക്ഷെ ഇത് നമ്മളെ വിഴുങ്ങും, ഒബ്സസീവ് ആവും നമ്മൾ. ചിലപ്പോൾ വ്യക്തികളായിരിക്കും, ചില വ്യക്തികളോട് നമ്മൾ ഒബ്സസീവായി മാറും. പിന്നെ നമ്മൾ 24 മണിക്കൂർ അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില എക്സ്പീരിയൻസിനോടായിരിക്കും നമ്മൾ ഒബ്സസീവ് ആവുന്നത്. പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചിലപ്പോൾ ചില വസ്തുക്കളോടാവാം, ചില ഫുഡ് ഐറ്റംസിനോടാകാം, ഈ പറഞ്ഞതുപോലെ സ്മോക്കിങ്ങിനോടാവാം. എന്തിനോടൊരു ഒബ്സഷൻ വന്നാലും അത് അഡിക്ഷനിലോട്ട് നയിക്കുകയും അത് നമ്മളെ നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ കേരളത്തിലുള്ള എല്ലാ ജയിലുകളും വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. കേരളത്തിലുള്ള എല്ലാ ജുവനൈൽ ഹൗസും വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെ ടീമാണ് ഉണ്ടായിരുന്നത്. ഒരു ഹൈക്കോടതി അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ള 3 പേരുടെ ടീം. ആ ടീമിന്റെ ലീഡർ ഞാനായിരുന്നു. അപ്പോ ഈ കേരളത്തിനകത്ത് അഡിക്ഷൻ വന്ന്, അതായത് നാർക്കോട്ടിക് വിഭാഗത്തിൽ വരുന്ന കേസുകൾ, അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ, ക്രൈം ചെയ്ത ആളുകളുമായിട്ടുള്ള ഇന്റർവ്യൂസ് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഇവരെല്ലാം വളരെ അഡിക്റ്റ് ആണ്. പലപ്പോഴും ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉപയോഗിച്ചില്ലെങ്കിൽ കൈവറയ്ക്കും, അല്ലെ? ഉപയോഗിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, പാനിക് ആവും, ഭ്രാന്ത് പിടിക്കും. ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാർ എത്രയോ വർഷങ്ങളായി അഡിക്റ്റ് ആയ ആൾക്കാർ ഇതൊന്നും ഉപദ്രവിക്കുന്നില്ലല്ലോ, അവർക്കൊരു ഭ്രാന്തം പഠിക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ സാധനം കിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ ഒരു വിഡ്രോവൽ സിംറ്റം കാണിക്കും, ഇവർ തൂക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. സാറിന് വളരെ നന്നായിട്ട് അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെ ഈ അവരെന്ത് ചെയ്യും, നമ്മള് ട്രീറ്റ്മെന്റ് ഒക്കെ, ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ട് തിരിച്ചുകൊണ്ട് വരും. അവിടെ ആ സംഗതി കഴിഞ്ഞു. പിന്നെ അവര് എന്നോട് എത്രയോ പേര് പറഞ്ഞു, ഒരു അഡ്വക്കേറ്റ്, ജയിലിൽ കിടക്കുന്ന ഒരു അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞതാണ്, സാർ ഇവിടെ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ വന്ന സമയത്ത് 45 കിലോയാണ് ഡ്രഗ് അഡിക്റ്റായി ഇതൊക്കെ ഉപയോഗിച്ച് ഫുഡും കഴിക്കാതെ അങ്ങേയറ്റം മരിക്കാതായുള്ള അവസ്ഥയിൽ വന്നു. ജയിലിൽ വന്നതുകൊണ്ട്, ഒരു കറപ്ഷൻ കേസിൽ പുള്ളി അകത്തായി, ജയിലിൽ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോ ഞാൻ പറയാൻ വന്നത്, ഈ അഡിക്ഷൻ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം, ഇവർ 90% പേരും ജയിലിൽ നിന്ന് തിരിച്ചു പോയാൽ ഇത് തന്നെ ചെയ്യും. കാരണം ആ രീതിയിൽ ഒരു ക്രേവിങ്, ഒരു ട്യൂണിങ് ഉണ്ടായി കഴിഞ്ഞു. ക്ലെപ്റ്റോമാനിയ എന്നുള്ള ഒരു അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലെങ്കിൽ ആളുകളുടെ സാധനങ്ങൾ പോയിട്ട് എടുക്കുന്ന ചില കുട്ടികളുണ്ട്. ഒരുപാട് കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സ്പൂണായിട്ട് ഇവിടെ ഇരിക്കുക, ഒരു ആവശ്യം ആ കുട്ടിക്ക് അതുകൊണ്ടില്ല, എന്നാലും ആ സ്പൂണിനെ എടുത്ത് പോകരുത്. അതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തോന്നുന്ന ഒരു ക്രേവിംഗ് ആണ്, ഇത് എടുക്കണം, എടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ. ആ ക്രേവിംഗ് വരുന്ന ടൈമില് അത് ചെയ്യാതിരിക്കാൻ പറ്റാത്തത്. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജെന്നിഫർ കപ്രിയാറ്റി എന്ന് പറയുന്ന ഒരു കോടീശ്വരിയായ ടെന്നീസ് പ്ലെയർ ഉണ്ടായിരുന്നു.
എനിക്ക് തോന്നുന്നു 20 വർഷത്തിനൊക്കെ മുമ്പായിരുന്നു തോന്നുന്നു, ഒരു സ്റ്റെഫി ഗ്രാഫിന്റെ ആ ഒരു ടൈമിലാണ് ഈ ജെന്നിഫർ കപ്രിയാറ്റിക്ക് ക്ലെപ്റ്റോമേനിയ ഉണ്ടായിരുന്നു. അവരെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ എന്തോ ഒരു സ്വീകരണത്തിന് വിളിച്ചിട്ട് തിരിച്ചു പോയപ്പോൾ അവിടെ അലാറം ഭയങ്കരമായിട്ട് വിളിച്ചു. സംഭവം എന്തെന്ന് വെച്ചാൽ ഇവരെ പോക്കറ്റിൽ ഒരു സ്പൂണ്. അപ്പൊ ഈ കോടീശ്വരിയായ ഈ സ്ത്രീ ഒരു സ്പൂൺ എടുത്തുകൊണ്ട് പോവാണ് മോഷ്ടിച്ചുകൊണ്ട്. എന്താ കാര്യം? സ്പൂണ് വീട്ടിലില്ലാത്തതുകൊണ്ടല്ല, അവർക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്രേവിംഗ് ഉള്ള കുട്ടികൾ, ഒബ്സഷൻ വരുന്ന കുട്ടികൾ, അഡിക്ഷൻ വരുന്ന കുട്ടികളോട് സാധാരണ ഇത് മോനെ നീ ഇത് ചെയ്തത്, മോളെ നീ ഇത് ചെയ്തതെന്ന് പറഞ്ഞാലൊന്നും വർക്ക് ചെയ്യില്ല. അവിടെ എന്താ വേണ്ടത്? അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വിവേകം, വിവേകം എന്ന് പറയുന്നത്. ഇത് എനിക്ക് നല്ലതിനല്ല, ഇതെനിക്ക് നല്ലതിനാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക, വിവേചന ബോധം ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്. അവിടെയാണ് ഭഗവത്ഗീത പ്രസക്തമാകുന്നത്. കാരണം നീ എന്താണ്, നിന്റെ സ്വധർമ്മം എന്താണ്? സ്വധർമ്മം അപരധർമ്മത്തെക്കാളും ശ്രേഷ്ഠമാണ്. നീ ഒരു നപുംസക ഭാവം കളഞ്ഞ് ജീവിതത്തിലേക്ക് വഴിവെട്ടി പോരാടി വിജയിക്കുക എന്ന് സന്ദേശം നൽകുന്ന, അല്ലെ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ഠ ബലന്തവ എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് മെസ്സേജ് ഏതൊരവസ്ഥയിൽ നിന്നും അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏതൊരു അന്ധകാരത്തിൽ നിന്നും പരിപൂർണ വെളിച്ചത്തിലേക്ക് നയിക്കുവാനുള്ള ആ മാസ്റ്റർ ആയിട്ടുള്ള ഒരു ബ്രെയിൻ വാഷിംഗ് നടക്കുന്നത് നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം. ഗാന്ധിയോഗം എടുത്ത് കളഞ്ഞ് ഞാൻ പോയി സന്യസിച്ചോളാം എന്ന് പറഞ്ഞ് ഓടാൻ തയ്യാറായി നിൽക്കുന്ന അർജുനനെയാണ് അവിടെ ഭഗവാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു, കർമ്മയോഗം പറഞ്ഞു കൊടുക്കും. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നീ കർമ്മം ചെയ്താൽ മതി, കർമ്മഫലത്തെ ഓർത്ത് നീ ബോധേടാവണ്ട. പിന്നെ സാങ്കേതിക അല്ല, ജ്ഞാനയോഗത്തിൽ പറയുന്നു ഈ കർമ്മങ്ങളൊന്നും നീ അല്ല ചെയ്യുന്നത്, നിന്റെ ഉള്ളിലുള്ള പ്രകൃതിയാണ്. ഇതൊന്നും നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അവസാനം എന്ത് പറയുന്നു? ഭക്തിയോഗത്തിൽ എന്താ പറയുന്നത്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീ ധർമ്മങ്ങളെല്ലാം പരിത്യജിച്ച്, സർവധർമ്മങ്ങളും പരിത്യജിച്ച് എന്നെ ശരണം പ്രാപിക്കുക. നീ അതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് ബോധേടാവണ്ട. പ്രകൃതിയെക്കുറിച്ചും പഞ്ചഭൂതങ്ങളെ കുറിച്ചും ഒന്നും നീ ചിന്തിക്കേണ്ട. സർവധർമ്മങ്ങളും പരിത്യജിച്ച് നീ എന്നെ ശരണം പ്രാപിക്കുക, ഞാൻ നിന്നെ എല്ലാ പാവങ്ങളിൽ നിന്നും രക്ഷിച്ചു കൊള്ളാം. ഈ എല്ലാ ഉറപ്പുകളും അവിടെ കിട്ടുകയാണ്. ഒരു പ്രത്യേക ഡയമെൻഷനിലല്ല. ചില മണ്ടന്മാര് പറയും ഇതെല്ലാം കോൺട്രോവേഴ്സൽ ആണ്, ഭഗവത്ഗീതയ്ക്കകത്ത് മുഴുവൻ കോൺട്രോവേഴ്സിയാണ്. ഒന്ന് പറയുന്നത് ഭക്തിയോഗമാണ് ഏറ്റവും നല്ലത്, ഒന്ന് പറയുന്നത് രാജയോഗമാണ് ഏറ്റവും നല്ലത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. നമ്മളിൽ എല്ലാവരും ഇവിടെ ഇപ്പൊ ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിലെല്ലാം ഈ ഭക്തി, രാജ, കർമ്മ യോഗങ്ങളെല്ലാം ഓരോ പ്രൊപ്പോർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതില് നിങ്ങളൊരു ഭക്തിയോഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പലത്തിന്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ഭക്തിയോഗം നിങ്ങൾക്ക് നല്ലതാണ്. അതേസമയം നിങ്ങൾ അവിടെ ഒരു ജ്ഞാനയോഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, നോളേജാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതലും ഉപനിഷത്ത് വായിക്കും, വേദാന്തം വായിക്കും, ഭഗവത്ഗീത വായിക്കും. ഇനി ഇതൊന്നുമല്ല, എനിക്ക് സാധന സിസ്റ്റമാണ് വേണ്ടത്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യണം, ഒരു അഭ്യാസമായിട്ട് കൃത്യമായിട്ട് കൊണ്ടുപോകണം, എന്റെ മനസ്സിനെ സംസ്കരിക്കുവാനായിട്ട് ഞാൻ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് അഷ്ടാംഗ യോഗവും രാജയോഗവും ഒക്കെ. കൃത്യമായിട്ട് യമനിയമം, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാന, സമാധി അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകുന്ന കൃത്യമായ ഒരു സിസ്റ്റം അതിനകത്തുണ്ട്. ഇനി ഇതൊന്നും അല്ല, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ബോധേടാവാൻ പറ്റില്ല, എനിക്ക് എന്റെ ഡ്യൂട്ടി ഭംഗിയായിട്ട് ചെയ്താൽ മതി, എനിക്ക് ഒരുപാട് നേരം അമ്പലത്തിൽ പോയിരിക്കാനും വയ്യ, എനിക്ക് അറിവ് സമ്പാദിച്ച് വായിച്ചുകൊണ്ടിരിക്കാനും വയ്യ, എനിക്ക് സാധന അനുഷ്ഠിക്കാനും സമയമില്ല, അത് ഒരുപാട് ജോലിയുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് കർമ്മയോഗം. ഇങ്ങനെ പല രീതിയിലുള്ള യോഗ സിസ്റ്റംസ് നമ്മൾ വായിച്ചു പോകുമ്പോൾ കർമ്മയോഗത്തിലുള്ള ഒരാൾക്ക് തോന്നും ഇതാണ് എന്റെ വഴി, ജ്ഞാനയോഗത്തിലൂടെ ഉള്ള ഒരാൾക്ക് തോന്നും ഇതാണ് എനിക്ക് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഭക്തിയിലാകുന്നത്? എന്റെ വാസനകൾ, എന്റെ കർമ്മബീജ സംസ്കാരം ജ്ഞാനയോഗത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അത് തോന്നാത്തത്, അല്ലാതെ തെറ്റൊന്നുമല്ല. മനസ്സിലായോ? അപ്പൊ ഇതിലെ എല്ലാ വഴികളും ഭഗവാൻ തുറന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു യഥാ ഇച്ഛസി തഥാ കരു, അല്ലെ? യഥാ ഇച്ഛസി തഥാ കരു. നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യുക. എവിടെ കിട്ടും ഈ ഫ്രീഡം? ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ലോകത്തെ ആദ്യത്തെ കൗൺസിലിംഗ് ഭഗവാനാണ് അറിയിക്കുന്നത്. ലോകത്തെ ആദ്യത്തെ കൗൺസിലിംഗിന്റെ ഒരു ഗൈഡൻസിൽ ആദ്യമേ പറയുന്നുണ്ട്, ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഷുഡ് സേ യു മസ്റ്റ് ഡു ലൈക്ക് ദിസ് എന്ന് പറയുന്നതല്ല കൗൺസിലിംഗ്. പിന്നെന്താണ്? നിന്റെ പ്രോബ്ലം ഇതാണ്, ആ പ്രോബ്ലത്തിന് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, അത് പരിഹരിക്കുവാൻ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്, ഈ ഓപ്ഷൻസിൽ നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് കൗൺസിലിംഗ്. അല്ലാതെ ഉപദേശമല്ല, ഗൈഡൻസും അല്ല. അപ്പൊ ഈ ഫ്രീഡം ആദ്യം കൊടുത്ത ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. യഥാ ഇച്ഛസി തഥാ കരു.
അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നാണ് തൈത്തരീയ ഉപനിഷത്തിലുള്ള എന്താണ് മാതൃദേവോ ഭവ അല്ലെ പിതൃദേവോ ഭവ എന്നുള്ള ആ ഒരു മന്ത്രം. ആ മന്ത്രം ഗുരു യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം പോകാൻ സമയത്ത് ഒരു ഗുരു ഉപദേശിച്ചു കൊടുക്കുകയാണ് ശിഷ്യന്മാരോട്. നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാതാവിനെ, പിതാവിനെ, അതിഥിയെ, ഗുരുവിനെ ഏറ്റവും ദേവന് തുല്യമായിട്ട് ആരാധിക്കണം. സ്വാധ്യായാഭ്യാം ന പ്രവദിതവ്യം, സ്വന്തമായിട്ട് പഠിക്കുന്നതിൽ നിന്ന് ഒരിക്കലും മാറരുത്. ഒരിക്കലും സ്വയം മനനം ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മാറരുത്. ധർമ്മത്തിൽ നിന്നും ഒരിക്കലും പിന്തിരിയരുത്. അത് ആചാര്യന് ഇഷ്ടമായിട്ടുള്ള ദക്ഷിണ നൽകി വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയായ സ്ഥിതിക്ക് ഗാർഹസ്ഥ്യത്തിലേക്ക് അനുരൂപയായിട്ടുള്ള പത്നിയെ കണ്ടുപിടിച്ച് വിധിപ്രകാരം സന്തോഷകരമായിട്ട് ജീവിക്കുക. ഇതെല്ലാം ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ട് തൈത്തരീയ ഉപനിഷത്തിലെ ആ മന്ത്രം അവസാനിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഞങ്ങളിൽ നിന്നും നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം തിരഞ്ഞെടുക്കുക. ഞങ്ങൾ പറഞ്ഞതിനകത്തു നിന്ന് നിനക്ക് വേണ്ടതെന്ന് തോന്നുന്നതും നല്ലതെന്ന് തോന്നുന്നതും മാത്രം തിരഞ്ഞെടുക്കുക എന്നാണ് ആ ഗുരു ഉപദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മതഗ്രന്ഥങ്ങളിലും ഇങ്ങനെ കാണില്ല. എല്ലാം അതോറിറ്റീവാണ്. ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് പറ്റും, നീ ചെന്ന് നരകക്കുഴിയിൽ വീഴും, ഇങ്ങനെ പറയുന്നതല്ലാതെ ഇങ്ങനെ ഒരു ഫ്രീഡം, ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആധ്യാത്മിക സംസ്കാരത്തിനകത്ത് മാത്രമേ കാണുകയുള്ളൂ.